प्यारे बच्चों, सब कैसे हैं? कुशल है ना? പ്രിയപ്പെട്ട കുട്ടികളെ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, क्या सबके हाथ में पुस्तक है? कलम भी है? നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ പുസ്തകമൊക്കെ ഇല്ലേ? അതുപോലെ തന്നെ പെന്നും. अच्छा, इല്ലെങ്കിൽ വേഗം എടുത്തോളൂ. पिछली कक्षा में हमने एक कविता सुनी थी. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കവിത കേട്ടല്ലോ. याद है? अच्छा, क्या है? हाँ, बादलदानी. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതെ, ബാദൽദാനി എന്ന കവിതയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത്. मैं एक बात पूछूं? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു വർക്ക്ഷീറ്റ് കിട്ടിയില്ലേ? സബിനെ പൂരാ കിയാ? देखिए, लीजिए, എഴുതിയൊന്ന് നോക്കിയാലോ? तो देखिए बच्चों, जरा देखिए, ये पहला वर्कशीट का है. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് വർക്ക് ചെയ്യാണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരങ്ങളാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയതൊക്കെ ഇതുപോലെ തന്നെ ശരിയാണോ എന്ന് ശ്രദ്ധിക്കുക. पढ़िए. हाँ, बिजली चमकी, घटा सुहानी, बादल दानी, बरसो पानी. എല്ലാ കൂട്ടുകാരും ഇതുപോലെ എഴുതിയില്ലേ? അച്ഛാ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. അത് നമ്മൾ ആ കവിതയിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഒരുമിച്ച് വരുന്ന വാക്കുകൾ തന്നെയാണ്, പെട്ടെന്ന് മനസ്സിലാകും, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ശരിയായി എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബച്ചോ, അടുത്ത വർക്ക്ഷീറ്റ് നോക്കിയാലോ? ബിജലി ആസ്മാൻ മേം ചമക്തി ഹേ. അപ്പോൾ ബിജലി, മിന്നൽ ആകാശത്തിലെപ്പോഴും മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അതപ്പോൾ അതാണ് എൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ആകാശ് മേം സുഹാനി ഘട്ട ഉഠി ഹേ. ആകാശത്തിൽ നല്ല കാർമേഘം ഉദിച്ചു വന്നു, അല്ലെങ്കിൽ നല്ല ശക്തിയായിട്ടുള്ള പെരുമഴക്കുള്ള കാർമേഘം ഉണ്ടായി. അപ്പോൾ അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ചേരുംപടി. സഭി ബാദൽ കാ സ്വാഗത് കർത്തേ ഹേ. സബി എന്ന് പറഞ്ഞാൽ എല്ലാവരും മേഘത്തെ സ്വാഗതം ചെയ്തു. ബാദൽ കാ സ്വാഗത് കർത്തേ ഹേ. അപ്പോൾ അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള വാക്ക്. വേ കഹ്തേ ഹേ ഖൂബ് ചമാചം പാനി ബർസോ. വേ കഹ്തേ ഹേ, അപ്പോൾ അവർ പറയുന്നു. ഗൂബ് ചമാചം പാനി ബർസോ, നല്ല ശക്തിയായിട്ട് മഴ പെയ്യാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടി പറയുന്നു. അപ്പോൾ അതാണ് വേ കഹ്തേൻ്റെ നേരെ എഴുതാനുള്ളത്. ഗൂബ് ചമാചം പാനി ബർസോ. ഓക്കെ, നിങ്ങളുടെ വർക്ക്ഷീറ്റ് ടീച്ചർ കണ്ടോ? എന്തു പറഞ്ഞു? അച്ഛാ, തോ കഴിഞ്ഞ ക്ലാസ്സിൽ കവിതയിലെ ചില വരികൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു അല്ലേ? കുട്ടികൾ മേഘത്തോട് എന്തോ ചോദിക്കുന്നില്ലേ? ഹാ, ക്യാ മാംഗ് രഹേ ഹേ? അവർ എന്താണ് ചോദിക്കുന്നത്? ബതായിയേ. ഹാ, ക്യാ ഹേ? പാനി മാംഗ് രഹേ ഹേ. അതെ, അവർക്കെല്ലാവർക്കും വെള്ളമാണ് വേണ്ടത്, പാനിയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും മുകളിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നത്. बच्चे बादल से पानी मांग रहे हैं. क्या मांग रहे हैं? पानी मांग रहे हैं. क्यों? എന്തുകൊണ്ടാകാം? ബതായിയേ. അപ്പോൾ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ മുകളിലേക്ക് ബാദൽ, അതായത് മേഘത്തിലേക്ക് നോക്കി ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി ചോദിക്കുന്നത്? എന്തിനായിരിക്കും വെള്ളം അവർക്ക്? എന്തുകൊണ്ടാകാം? ഹാ, പ്യാസേ ഹേ, ദാഹിച്ചിരിക്കുന്നു അല്ലേ? ഹാ, പ്യാസേ ഹേ. കോൻ പ്യാസേ ഹേ? ആരാണ് ദാഹിച്ചിരിക്കുന്നത്? പ്യാസി എന്ന് പറഞ്ഞാൽ ദാഹം എന്നാണ് അർത്ഥം കേട്ടോ. പ്യാസി, ദാഹമുള്ള. ഹാ, ബച്ചേ പ്യാസേ ഹേ നാ? ഹാ, ബച്ചേ പ്യാസേ ഹേ. അതെ, കുട്ടികളാണ് ദാഹിച്ചിരിക്കുന്നത്. കുട്ടികൾ മാത്രമാണോ ദാഹിച്ചിരിക്കുന്നത്? ബതായിയേ. അല്ലേ അല്ല,
नहीं नहीं, और कौन कौन? हाँ, चिड़िया प्यासी है और गाय प्यासी है। अच्छा, और मछली हैरानी है। അപ്പോൾ കുട്ടികൾ മാത്രമല്ല ദാഹിച്ചിരിക്കുന്നത്, പക്ഷികളും അതുപോലെ തന്നെ പശു, അതുപോലെ തന്നെ മീനൊക്കെ വെള്ളമില്ലാഞ്ഞിട്ട് ആകെ അസ്വസ്ഥരായി സ്തംഭിച്ച് നിൽക്കുകയാണ്. हाँ, सब कहीं सूखापन है. എല്ലായിടത്തും വരണ്ടിരിക്കുകയാണ്, വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. സൂഖ എന്ന് പറഞ്ഞാൽ വരണ്ട. अच्छा, എല്ലായിടവും വരൾച്ച. कहीं भी पानी नहीं है. എവിടെയും വെള്ളമില്ല. तालाब सूखे हैं. താല പറഞ്ഞാൽ പൊയ്ക, കുളം എന്നൊക്കെ പറയും. नदी सूखी है. നദിയും വറ്റി വരണ്ടിരിക്കുന്നു. कहीं भी पानी नहीं है. എവിടെയും വെള്ളമില്ല. सब कहीं सूखापन है. अच्छा, तो हम आगे की पंक्तियां देखें. ഇനി നമുക്ക് കവിതയിൽ അവസാനം വരുന്ന വരികൾ നോക്കാം. तो जरा सुनिए. सागर से भर भर जल आते. എന്ന് വെച്ചാൽ സമുദ്രത്തിൽ നിന്നും ജലം ധാരാളം എടുത്തോളൂ. മേഘത്തോട് പറയാണ്, നിങ്ങൾക്ക് മഴ പെയ്യാൻ വേണ്ടിയിട്ടുള്ള ജലം സമുദ്രത്തിൽ നിന്നും ഇഷ്ടം പോലെ എടുത്തു. നമുക്കറിയാം, കുളങ്ങളിൽ നിന്നും നദികളിൽ നിന്നുമെല്ലാം ജലം ബാഷ്പീകരിച്ചിട്ടാണ് അത് മേഘമായി മാറി, നീരാവിയായി മാറി, മേഘമായി മാറി നമുക്ക് മഴയായിട്ട് തിരിച്ചു പെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മേഘത്തോട് പറയാണ്, നിനക്ക് വേണ്ടത്ര ജലം കടലിൽ നിന്നും എടുത്തോളൂ. गाँव गाँव में रस बरसा. ഗാവ് പറഞ്ഞാൽ ഗ്രാമങ്ങളായ എല്ലാ ഗ്രാമങ്ങളിലും രസ് ബർസാത്ത്, അതായത് രസം വർഷിക്കൂ അല്ലെങ്കിൽ മഴ വർഷിക്കൂ. അതായത് ജലം എടുത്തുകൊണ്ട് കടലിൽ നിന്നും ജലം എടുത്തിട്ട്, വേണ്ടത്ര ജലം എടുത്തിട്ട് നിങ്ങൾ എല്ലാ ഗ്രാമങ്ങളിലേക്കും പോയി വർഷിക്കൂ, മഴ നൽകൂ എന്നാണ് പറയുന്നത്. सब जीवों की प्यास बुझ. സബ് ജീവോങ്കി എല്ലാ ജീവജാലങ്ങളുടെയും പ്യാസ് ബുജാത്തെ, പ്യാസ് പറഞ്ഞാൽ ദാഹം, ബുജാത്തെ എന്ന് പറഞ്ഞാൽ ശമിപ്പിക്കുക. അപ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും ദാഹം ശമിപ്പിക്കൂ. ഈ മഴ പെയ്തുകൊണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും ദാഹം ശമിപ്പിക്കൂ എന്ന് പറയുകയാണ്. बुझाते धरती हो जाती है धा. എന്ന് വെച്ചാൽ ദാനശീലനായ മേഘമേ, നീ ഭൂമിയിലേക്ക് വരൂ, ഇവിടെ മഴ പെയ്തിട്ട് എല്ലാ ജീവികളുടെയും ദാഹം ശമിപ്പിക്കൂ, അതുപോലെ തന്നെ ഭൂമി സുന്ദരമാക്കൂ എന്നൊക്കെയാണ് അവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. सागर से भर भर जल आते. गाँव गाँव में रस बरसाते. सब जीवों की प्यास बुझाते. धरती हो जाती है धानी. सुन लिया? कैसी लगी? अच्छी है? എല്ലാവരും കേട്ടില്ല? എങ്ങനെയുണ്ടായിരുന്നു കവിത എന്നാണ് ചോദിക്കുന്നത്. हाँ, अच्छा. तो ആ വരികൾ നമുക്കൊന്ന് വായിച്ചാലോ? तो आप लोग पढ़िए, ध्यान से पढ़िए. ഇനി ആ കവിതയിലെ വരികൾ നിങ്ങളോട് വായിക്കാൻ പറയുകയാണ്. ശരിക്കും ശ്രദ്ധിച്ച്, ധ്യാൻസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് വായിക്കാൻ പറയുകയാണ്. तो हम साथ साथ पढ़े. നമുക്ക് ഒരുമിച്ച് വായിച്ചാലോ? अच्छा, शुरू करें. तो सागर से भर भर जल आते, गाँव गाँव में रस बरसाते. सागर से भर भर जल आते, गाँव गाँव में रस बरसाते. सब जीवों की प्यास बुझाते. धरती हो जाती है धानी. बादल दानी बादल दानी. कैसी लगी? तो देखिए बच्चों, बादल क्या लाते हैं? നോക്കൂ കുട്ടികളെ, ഇവിടെ നിന്നും ബാദൽ എന്താണ് കൊണ്ടുപോകുന്നത്, അതായത് മേഘം എന്താണ് കൊണ്ടുപോകുന്നത്? बादल क्या लाते हैं? क्या लाते हैं? हाँ, पानी लाते हैं. അതെ, വെള്ളമാണ് കൊണ്ടുപോകുന്നത്. क्या लाते हैं? पानी लाते हैं.
बादल पानी लाते हैं कहाँ से बताइए എവിടെ നിന്നാണ് മേഘം വെള്ളം കൊണ്ടുപോകുന്നത്? ये देखिए पुस्तक देखिए कहाँ से हाँ सागर से कहाँ से सागर से सागर से पानी लाते हैं അപ്പോൾ എവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്? പുസ്തകത്തിലേക്ക് നോക്കൂ. സമുദ്രത്തിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. സാഗർ സമുദ്രം എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ സമുദ്രത്തിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്നു. कौन बादल बादल सागर से पानी लाते हैं അപ്പോൾ ആരാണ് കൊണ്ടുപോകുന്നത്? ബാദൽ മേഘം. മേഘം വെള്ളത്തിൽ നിന്നും സമുദ്രത്തിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്നു. तो ये पानी लेकर बादल क्या करते हैं അപ്പോൾ മേഘം ഈ വെള്ളം കൊണ്ടുപോയിട്ട് എന്താണ് ചെയ്യുന്നത്? എന്ത് ചെയ്യും വെള്ളം കൊണ്ടുവന്നിട്ട് മേഘം? മഴ പെയ്യിക്കും അല്ലേ? ബർസാത്താ ഹൈ അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളം സമുദ്രത്തിൽ നിന്നും ബാഷ്പീകരിച്ചെടുത്തിട്ട് മേഘം എവിടെയാണോ മഴ വർഷിക്കേണ്ടത് അതവിടെ പോയിട്ട് വർഷിക്കും, മഴ പെയ്യിക്കും. क्या है बरसाता है ബർസാത്ത എന്ന് പറഞ്ഞാൽ മഴ പെയ്യിക്കും കേട്ടോ, മഴ. पानी लेकर बरसाता है बादल बरसाता है कहाँ कहाँ എവിടെയെല്ലാമായിരിക്കും മഴ പെയ്യുന്നത്? ഗാവ് ഗാവ് മേം കഹാ ഗാവ് ഗാവ് മേം എല്ലായിടത്തും മഴ പെയ്യും അല്ലേ? ആ तो सब कहीं पानी बरसाता है. ये पानी किसको मिलता है? किसकी प्यास बुझाती है? ആരുടെ ദാഹമാണ് ശമിപ്പിക്കുന്നത്? सब जीवों की प्यास बुझाती है. എല്ലാ ജീവജാലങ്ങളുടെയും ദാഹം തീർക്കുന്നു. अच्छा बादल किसकी प्यास बुझाते हैं? बादल सभी जीवों की प्यास बुझाते हैं. अच्छा മഴ കൊണ്ട് കുട്ടികൾക്കും ജീവജാലങ്ങൾക്കും മാത്രമാണോ ലാഭമുള്ളത്, നേട്ടമുള്ളത്? അല്ലേ അല്ല. ഫിർ ഭൂമിക്ക് എന്താണ് നേട്ടം? ഭൂമിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? तो धरती हो जाती है धानी. भूमि धानी हो जाती है. धानी क्या है? देखिए हाँ ഇനി പറയൂ, ആരാണ് പച്ചയായി മാറുന്നത്, പച്ച നിറമുള്ളവളായി മാറുന്നത്? ഹാ ധർത്തി. ധർത്തി ധാനി ഹോ ജാത്തി ഹേ. ധർത്തി ഹരി ഹോ ജാത്തി ഹേ. പച്ച നിറമുള്ളവളായി മാറുന്നു. കോൺ? ധർത്തി യാ ഭൂമി. अच्छा तो हम ये पंक्तियाँ और एक बार पढ़ें. നമുക്ക് ഒന്നുകൂടെ വായിച്ചാലോ? വായിക്കാമോ? सागर से भर भर जल लाते गाँव गाँव में रस बरसाते सब जीवों की प्यास बुझाते धरती हो जाती है धानी बादल दानी बादल दानी. आप भी जरा पढ़िए. ഇപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചില്ലേ? कैसी लगी? कविता पसंद आई? കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? तो इसका आशय कौन बता सकते हैं? അപ്പോൾ ഈ കവിതയിലെ ആശയം ആരാണ് പറയുക? അതായത് ഈ വരികളിലൂടെ എന്താണ് കവി ഉദ്ദേശിക്കുന്നത് എന്ന് ആരാണ് എന്നോട് പറയുക? ആർക്ക് പറയാ ഇതിന്റെ ആശയം? ഹിന്ദി में ही बताना है, मलयालम में नहीं. हिंदी में इसका आशय कौन बता सकते हैं? അപ്പോൾ ടീച്ചർ ഉത്തരം മലയാളത്തിലല്ല ഹിന്ദിയിലാണ് പറയാൻ പറയുന്നത്. നിങ്ങളെല്ലാവരും ഇത് ഹിന്ദി പറഞ്ഞുകൊണ്ട് തന്നെ പഠിക്കണം. അറിയാത്ത വാക്കുകളൊക്കെ 2-3 പ്രാവശ്യം വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ശ്രദ്ധിച്ച് വായിക്കണം, എന്നാലേ മനസ്സിലാവുകയുള്ളൂ. ഞാൻ മലയാളം പറയുന്നുണ്ടെങ്കിലും ശരിക്കും നിങ്ങൾ ഹിന്ദി തന്നെയാണ് പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവർ ഹിന്ദി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അറിയാത്തത് കൊണ്ട് ചിലർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഹിന്ദി ആ വാക്കുകൾ എഴുതി, അറിയാത്തതൊക്കെ എഴുതി തന്നെ പഠിക്കണം. 2-3 പ്രാവശ്യമൊക്കെ എഴുതി, കാണാതെ എഴുതിയൊക്കെ നോക്കുമ്പോൾ അർത്ഥം മനസ്സിൽ നിൽക്കും. അപ്പോൾ അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. നമുക്കൊന്ന് നോക്കാം. तो
ധ്യാൻ സെ സുനിയേ. ടീച്ചർ ഒന്ന് പറയട്ടെ. ധ്യാൻ സെ സുനിയേ. ധ്യാൻ സെ സുനിയ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക. ധ്യാൻ സെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച്. ബാദൽ സാഗർ സെ ജൽ ഭർ ലാത്തെ ഹേ. ബാദൽ സാഗർ സെ ജൽ ഭർ ലാത്തെ ഹേ. നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ബാദൽ അതായത് മേഘം സമുദ്രത്തിൽ നിന്നും ജലം എടുക്കുന്നു. फिर गाँव गाँव में बरसाते हैं. वे सभी जीवों की प्यास बुझाते हैं. എല്ലായിടത്തും മഴ പെയ്യട്ടെ, മഴ പെയ്യുന്നു. അതുമൂലം എല്ലാ ജീവികൾക്കും അവരുടെ ദാഹം ശമിപ്പിക്കാൻ സാധിക്കട്ടെ, അല്ലെങ്കിൽ ശമിപ്പിക്കട്ടെ. धरती हरी हो जाती है. ഭൂമി പച്ച പുതക്കട്ടെ, അതായത് എല്ലായിടത്തും പച്ചപ്പ് ഉണ്ടാവട്ടെ. മഴ പെയ്യുമ്പോൾ നല്ല പച്ചപ്പുണ്ടാവും, അതാണ് ഉദ്ദേശിക്കുന്നത്. एक बार और. बादल सागर से जल भर लाते हैं. फिर गांव गांव में बरसाते हैं. वे सभी जीवों की प्यास बुझाते हैं. धरती हरी हो जाती है. അതായത് ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, മേഘം കടലിൽ നിന്നും ജലമെടുക്കുന്നു. അത് ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ എല്ലായിടത്തും അത് വർഷിക്കുന്നു. അതിലൂടെ എല്ലാ ജീവജാലങ്ങളും അവരുടെ ദാഹം ശമിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഭൂമി പച്ച പുതക്കുന്നു, പച്ചപ്പാകുന്നു. अच्छा, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കവിത? तो बच्चों देखा यहाँ जो लिखा है वो आप लोगों ने पढ़ा. अच्छा, यहाँ ये देखिए, बादल कहाँ से पानी लाते हैं? ഇനി ആ പാരഗ്രാഫിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ മേഘം എവിടെ നിന്നാണ് ജലം എടുക്കുന്നത്? बताइए. हाँ, अच्छा बताइए. हाँ, बादल सागर से पानी लाते हैं. മേഘം സമുദ്രത്തിൽ നിന്നാണ് ജലമെടുക്കുന്നത്. समझा? तो पानी लेकर बादल क्या करते हैं? അപ്പോൾ സമുദ്രത്തിൽ നിന്നും ജലമെടുത്തിട്ട് മേഘം എന്താണ് ചെയ്യുന്നത്? गाँव गाँव में बरसाते हैं. अच्छा, कहा? हाँ, गाँव गाँव में बरसाते हैं. എല്ലാ സ്ഥലങ്ങളിലും മഴയായിട്ട് പെയ്യിപ്പിക്കുന്നു. ആ എടുത്ത ജലം എല്ലാ ഭാഗത്തും മഴയായിട്ട് വർഷിക്കുന്നു. अच्छा, बादल सागर से पानी लाते हैं. फिर गांव गांव में बरसाते हैं. और फिर क्या करते हैं? सभी जीवों की प्यास बुझाते हैं. है ना? അപ്പോൾ മേഘം സമുദ്രത്തിൽ നിന്ന് ജലം എടുത്തു, ജലം ഗ്രാമങ്ങളിൽ പെയ്യിച്ചു. എന്നിട്ട് ആ ജലം കൊണ്ട് മറ്റുള്ള ജീവജാലങ്ങളൊക്കെ അവരുടെ ദാഹം ശമിപ്പിച്ചു. किसकी प्यास बुझाती है? सभी जीवों की. എല്ലാ ജീവജാലങ്ങളുടെയും सभी जीवों की प्यास बुझाते हैं. और धरती क्या हो जाती है? धानी हो जाती है. धानी हरी. धानी या हरी. അതുപോലെ തന്നെ മഴ പെയ്തതിന് ശേഷം ഭൂമിയൊക്കെ നല്ല പച്ചപ്പായി തീരും. എല്ലായിടത്തും നല്ല പച്ച കളറ്. അതായത് മഴ പെയ്യുമ്പോൾ എല്ലാം മുളച്ച് വരും. അങ്ങനെ പച്ച കളറായി മാറും. പച്ച നിറം കണ്ടിട്ടില്ലേ? ഭൂമി നല്ല പച്ച നിറമുള്ളവളായി മാറും. तो धरती क्या हो जाती है? धरती हरी हो जाती है. अच्छा, तो एक बार और पढ़े. നമുക്കൊന്നുകൂടെ വായിച്ചാലോ? നിങ്ങൾ കൂടെ വായിക്കണം കേട്ടോ. ടീച്ചറിൻ്റെ കൂടെ വായിക്കില്ലേ? अच्छा, तो बादल सागर से जल भर लाते हैं. पढ़िए. अच्छा, तो आगे. फिर गांव गांव में बरसाते हैं. पढ़िए. हाँ हाँ, ऐसा. वे सभी जीवों की प्यास बुझाते हैं. पढ़िए. हाँ, वे
सभी जीवों की प्यास बुझाते हैं. अच्छा, അടുത്ത വരി धरती हरी हो जाती है. धरती क्या हो जाती है? हरी हो जाती है. നല്ല പച്ച നിറമുള്ളവളായി മാറുന്നു. कौन हरी हो जाती है? धरती. धरती या भूमि हरी हो जाती है. अच्छा, तो ध्यान से देखिए और एक बार पढ़िए. बच्चों, ये दृश्य देखिए. ഇനി നിങ്ങൾ ഈ ചിത്രം ശ്രദ്ധിക്കൂ. देखा? इसमें आप लोग क्या क्या देखते हैं? കണ്ടില്ലേ, നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്? हाँ हाँ, देखा? ये किसका दृश्य है? കണ്ടില്ലേ, ഇതൊക്കെ എന്തിൻ്റെ ദൃശ്യങ്ങളാണ്? हाँ, सूखापन का. कहीं भी पानी नहीं है. अच्छा, എല്ലാം വറ്റി വരണ്ട് കിടക്കുന്നു, എവിടെയും വെള്ളമില്ല. अच्छा, और एक दृश्य भी देखिए. ये दृश्य देखिए. ഓക്കെ, ഇനി നിങ്ങൾ ഈ ദൃശ്യം കൂടി ശ്രദ്ധിക്കൂ. ये किसका दृश्य है? बताइए. ഈ കാണുന്നത് എന്തിൻ്റെ ദൃശ്യങ്ങളാണ്? നിങ്ങൾ പറയൂ. हाँ, ये बारिश के बाद का दृश्य. ഇത് മഴയ്ക്ക് ശേഷമുള്ള ദൃശ്യങ്ങളാണ്. അതായത് മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ. ബാരിഷ് കാ ബാദ്. ബാദ് എന്നാൽ ശേഷം. इनमें से आप लोगों को पहला दृश्य या दूसरा दृश्य पसंद है? ഇവിടെ നിങ്ങൾ ആദ്യം കണ്ട ചിത്രവും അതുപോലെ തന്നെ രണ്ടാമതായിട്ട് കണ്ട ഈ ചിത്രവും, ഇതിൽ ഏത് ചിത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ഇതിൽ ഏതാണ്, ഏത് ദൃശ്യമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? हाँ, हम सबको बारिश के बाद का दृश्य ही बहुत पसंद है. അതെ, നമുക്കെല്ലാവർക്കും മഴ പെയ്ത ശേഷമുള്ള ആ ഒരു ദൃശ്യമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. क्यों? क्योंकि हम सब खुश है. सभी को पानी मिला. हम सब खुश है. അപ്പോൾ എല്ലാവർക്കും ജലം ലഭിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷമാകും. अच्छा, यहाँ देखिए बच्चों, सही मिलान करके लिखें. ध्यान. അപ്പോൾ ഇവിടെ പര്യായപദം എഴുതാനാണ് ഒരേ അർത്ഥം വരുന്ന രണ്ട് വാക്കുകൾ. ध्यान से देखिए. धरती का दूसरा शब्द क्या है? हाँ हाँ, भूमि. गगन का आकाश. खट्टा बताइए. हाँ, बादल. चिड़िया. हाँ, पक्षी. नैया. हाँ, नाव. सागर. हाँ, समुद्र. क्या सबने पूरा किया? अच्छा, ഇനി ഞാൻ ചില വാക്യങ്ങൾ പറയാം. അത് ശരിയോ തെറ്റോ എന്ന് പറയുമോ? ശരിയെങ്കിൽ സഹി എന്നും തെറ്റെങ്കിൽ ഗലത്ത് എന്നും എഴുതണം. अच्छा, ध्यान से देखिए. शुरू करें. बिजली चमचम चमकी. सही या गलत? सही है. അപ്പോൾ ഇവിടെ ഒരു സെൻറ്റൻസ് വന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാനാണ്. ബിജലി ചംചം ചംകി, മിന്നൽ മിന്നി തിളങ്ങി. അത് ശരിയാണോ തെറ്റാണോ? അപ്പോൾ അത് ശരിയാണ്. അച്ഛാ, ഇതുപോലെ ഇനി പറയുന്ന രണ്ട് വാക്യങ്ങൾ നിങ്ങൾ ശരിയോ തെറ്റോ എന്ന് എഴുതണം. പാനി ബർസനെ കെ ബാദ് ചിടിയ പ്യാസി ഹേ. സഹി. മഴ പെയ്തതിന് ശേഷം പക്ഷിക്ക് ദാഹമുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ? സഹി യാ ഗലത്? പാനി की कमी से मछलियों को हैरानी है. വെള്ളത്തിൻ്റെ കുറവ് കാരണം മീനുകൾ സ്തംഭിച്ചു പോയി, അല്ലെങ്കിൽ ആശ്ചര്യപ്പെട്ടു പോയി. ഇത് ശരിയാണോ അതോ തെറ്റാണോ? സഹി യാ ഗലത്?
അടുത്ത ഒരു പ്രവർത്തനവും കൂടെ ഒന്ന് നോക്കിയേ. കോഷ്ടർ സേ ഉചിത് ഉത്തർ ഢൂണ്ട് കർ ലിഖേ. ഇവിടെ ഒരു ചോദ്യവും അതുപോലെ തന്നെ 2 ഉത്തരങ്ങളും കാണിക്കുന്നുണ്ട് ബ്രാക്കറ്റിൽ. അപ്പോൾ അതിൽ നിങ്ങൾ ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതണം. ധ്യാൻ സേ ദേഖിയേ. ബാദൽ കഹാ സേ ജൽ ലാത്തെ ഹേ. മേഘം എവിടെ നിന്നാണ് ജലം എടുക്കുന്നത്? ആകാശ് സേ സാഗർ സേ. ആകാശത്തിൽ നിന്നാണോ അതോ സമുദ്രത്തിൽ നിന്നാണോ? രണ്ടാമത്തത് ബാദൽ ഗാവ് മേ രസ് ബർസാത്തെ ഹേ. യഹാ രസ് ബർസാന ക്യാ ഹേ? മേഘം എല്ലായിടത്തും നല്ലപോലെ പെയ്തിറങ്ങി, നല്ല രസത്തിൽ നല്ല സന്തോഷമായിട്ട് പെയ്തിറങ്ങി. എന്താണ് ഇവിടെ രസ് ബർസാന എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? പാനി ബർസാന ഹൈറാനി ഹോന. മഴ പെയ്തു എന്നാണോ അതോ ഹൈറാനി ഹോന എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെട്ട് നിന്നതാണോ? नंबर 3, सब जीवों की प्यास बुझाने वाला कौन है? लिखिए. बादल, बिजली. എല്ലാ ജീവജാലങ്ങളുടെയും ദാഹം ശമിപ്പിച്ചത് ആരാണ്? ഉത്തരം ബാദൽ എന്നാണോ അല്ലെങ്കിൽ ബിജലി എന്നാണോ? അതായത് ബാദൽ മേഘമാണോ മിന്നലാണോ? नंबर 4, बादल को दानी क्यों कहते हैं? पानी देते हैं, इधर उधर उड़ जाते हैं. ബാദൽ കോ ദാനി എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? പാനി ദേത്തെ വെള്ളം മഴ തരുന്നത് കൊണ്ട്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതർ ഉദർ ചട് ജാത്തെ അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങുന്നത് കൊണ്ട്. तो ये पूरा करके अगली कक्षा में दिखाना. अच्छा, അടുത്ത ക്ലാസ് വരുമ്പോൾ ഇത് പൂർത്തിയാക്കി കൊണ്ടുവരുമല്ലോ അല്ലേ? अच्छा, आज की कक्षा की समाप्ति यहाँ होती है. धन्यवाद बच्चों.